മറ്റക്കുഴി ഹാഗിയ സോഫിയ പബ്ലിക് സ്കൂളിലെ 2026-27 അധ്യയന വർഷത്തെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് ഇന്ത്യൻ നേവി ഓഫീസർ കമാൻഡർ ഗീതുമോൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ പുതിയ വിദ്യാർത്ഥി നേതാക്കളെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിച്ച് ഉത്തരവാദിത്തങ്ങൾ കൈമാറുന്ന ചടങ്ങിൽ കമാൻഡർ ഗീതുമോൾ വിദ്യാർത്ഥികളെ ബാഡ്ജുകൾ അണിയിച്ചു. കുട്ടികൾ മികച്ച നേതൃത്വ പാഠവും ഉള്ളവരാകണമെന്നും അവരവർക്ക് യോജിച്ച മേഖലകൾ സ്വയം തിരഞ്ഞെടുക്കുവാൻ പ്രാപ്തരാകണമെന്നും അവർ ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു. So what I'm trying to say is dream big. നിങ്ങളുടെ generation you are blessed with the technology, but you have to utilize to the fullest. How? You have any passion, right? You all have a passion. It may be to become an engineer, to join in armed forces, to become a doctor, to become a scientist, to become an influencer, to become anything. It's all possible. Only thing is you have to have a keen determination. With this smartphone which you are using, you can know which are the institute to achieve your passion. How to prepare to achieve your passion. It's very possible, right? So during your school days, which is the wonderful day of your life, trust me, think what is your passion. Before your 9th standard, try to understand your dream and try to work towards your dream. Are we clear on that? Okay. Before I conclude my speech, I would like to congratulate all the teachers, school management and the wonderful students to doing their duties very well. വിദ്യാർത്ഥികളുടെ കർത്തവ്യബോധത്തെയും ആത്മാർപ്പണത്തെയും കുറിച്ചുള്ള ഔദ്യോഗിക പ്രതിജ്ഞ സ്കൂൾ പ്രിൻസിപ്പൽ ബാബു ജോസഫ് ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഐശ്വര്യത്തിന്റെ പ്രതീകമായി തിരി തെളിയിച്ച് സ്കൂൾ വൈസ് ചെയർമാൻ റവറന്റ് ഫാദർ CA പൗലോസ് വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് കൈമാറി. ചടങ്ങിനോടനുബന്ധിച്ച് കുമാരി സെറ മറിയം ജോർജ് ആലപിച്ച ലളിതഗാനവും 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മനോഹരമായ നൃത്യവും ഏറെ ശ്രദ്ധേയമായി. സ്കൂളിലെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് അധ്യാപകനായ ബാബു ജോസഫിന്റെ സംഗീത വിരുന്നും പരിപാടിക്ക് മിഴിവേകി. സ്കൂൾ ട്രഷറർ സിറിൽ എൽദോ, മാനേജ്മെന്റ് അംഗങ്ങളായ CE വർഗീസ്, VE മത്തായി, മോഹൻ മത്തായി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, CNews മലയാളം.